നമസ്കാരം. നമ്മൾ വായിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങൾക്ക് നമ്മൾ കാണുന്നതിനപ്പുറം ആഴത്തിലുള്ള ഒരു രഹസ്യാർത്ഥമുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ കബാലയുടെ നിഗൂഢമായ ലോകത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. വില്യം വെൻ വെസ്കോട്ടിന്റെ ഒരു പുസ്തകമാണ് നമ്മുടെ വഴികാട്ടി. അപ്പോ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. നിങ്ങൾ പഴയ നിയമം വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചോ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. വെസ്കോട്ടിന്റെ അഭിപ്രായത്തിൽ ഒറ്റനോട്ടത്തിൽ അതൊരു ഭൗതിക ഗ്രന്ഥം പോലെയാണ് തോന്നുക. അപ്പോ എന്താണിതിനർത്ഥം? പഴയ നിയമത്തിന് അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടുപോയതാണോ? അതോ ആ ആത്മാവിനെ ആരെങ്കിലും മനഃപൂർവ്വം മറച്ചുപിടിച്ചതാണോ? ഈ ഒരു ചോദ്യമാണ് നമ്മളെ കബാലയുടെ രഹസ്യലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ വാക്കുകൾ ആരുടേതാണെന്നറിയാമോ? സാക്ഷാൽ സോളമൻ രാജാവിന്റെ. ഇതൊന്ന് കേട്ടുനോക്കൂ. മരണത്തിനപ്പുറം ഒന്നുമില്ല എന്ന് തന്നെയല്ലേ തോന്നുന്നത്? അപ്പോ ഒരു സംശയം വരും. ഈ ഗ്രന്ഥങ്ങളിലെ യഥാർത്ഥ ആത്മീയ രഹസ്യങ്ങൾ അതെല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നില്ലേ? അതോ ചിലർക്ക് വേണ്ടി മാത്രം ഒളിപ്പിച്ചു വെച്ചതാണോ? അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എന്താണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: കബാല. നിഗൂഢവാദികൾ വിശ്വസിക്കുന്നത് ഇതാണ്: തിരുവെഴുത്തുകൾ ഒരു പൂട്ടാണെങ്കിൽ അത് തുറക്കാനുള്ള ഒരേയൊരു താക്കോലാണ് കബാല. കബാല എന്താണീ വാക്കിന്റെ അർത്ഥം? ഹീബ്രുവിൽ കൈമാറിക്കിട്ടിയത് അല്ലെങ്കിൽ സ്വീകരിച്ചത് എന്നൊക്കെയാണ്. അതായത് ഇത് വെറുതെ പുസ്തകത്തിൽ എഴുതിവെച്ച അറിവല്ല, മറിച്ച് തലമുറകളായി ഗുരുക്കന്മാരിൽ നിന്ന് യോഗ്യരായ ശിഷ്യരിലേക്ക് മാത്രം രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ജ്ഞാനമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നല്ലൊരു വഴിയുണ്ട്. സാധാരണക്കാർക്ക് വായിക്കാനുള്ള എഴുതപ്പെട്ട നിയമങ്ങൾ മതത്തിന്റെ ശരീരമാണെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ കബാല അതിന്റെ ആത്മാവാണെന്ന്, അല്ലെങ്കിൽ ആത്മാവിന്റെ ആത്മാവെന്ന് തന്നെ പറയാം. ശരീരമാർക്കും കാണാം, അല്ലേ? പക്ഷെ ആത്മാവിനെ അറിയണമെങ്കിൽ ഉള്ളിലേക്ക്, ആഴത്തിലേക്ക് തന്നെ നോക്കണം. പ്രശസ്തമായ സോഹർ എന്ന കബാല ഗ്രന്ഥത്തിൽ ഇതിന് മനോഹരമായ ഒരു ഉപമയുണ്ട്. അവിടെ പറയുന്നത് ദൈവീക നിയമം ഒരു മാലാഖയെപ്പോലെയാണെന്നാണ്. ആ മാലാഖയ്ക്ക് ഈ ലോകത്തേക്ക് വരണമെങ്കിൽ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം ധരിക്കേണ്ടി വന്നു. നമ്മളിൽ പലരും ആ വസ്ത്രം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ജ്ഞാനികളോ? അവർ ആ വസ്ത്രത്തിനുള്ളിലെ മാലാഖയെ, ആ യഥാർത്ഥ സത്തയെ കാണുന്നു. ശരി, അപ്പോ എന്തായിരുന്നു ഈ രഹസ്യജ്ഞാനം? ഇതിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് വഴികളെന്ന് പറയാം. ഒന്ന് തത്വചിന്താപരമായിരുന്നു, മറ്റൊന്ന് കുറച്ചുകൂടി പ്രായോഗികവും. ആദ്യത്തേത് തത്വപരമായ കബാല. ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. ദൈവമാരാണ്? ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? മാലാഖമാർ, ആത്മാക്കൾ, ഇതിന്റെയൊക്കെ സ്വഭാവം എന്താണ്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വഴിയിൽ അന്വേഷിക്കുന്നത്. ഇനി രണ്ടാമത്തേത് പ്രായോഗിക കബാല. ഇത് എങ്ങനെ എന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. അതായത് ഈ ജ്ഞാനം ഉപയോഗിച്ച് എന്തു ചെയ്യാൻ പറ്റും? തിരുവെഴുത്തുകളിലെ കൂടുകൾ പൊളിച്ച് അതിന്റെ രഹസ്യാർത്ഥങ്ങൾ എങ്ങനെ കണ്ടെത്താം? രക്ഷകളുണ്ടാക്കാനും ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുമൊക്കെ ഈ അറിവ് ഉപയോഗിച്ചിരുന്നു. ഈ രഹസ്യക്കോഡുകൾ കണ്ടെത്താൻ അവർക്ക് ചില പ്രത്യേക ടൂൾസ് ഉണ്ടായിരുന്നു. പ്രധാനമായും 3 ഗമാട്രിയ, നൊട്ടാരിക്കോൺ, പിന്നെ തെമുറ. ഈ 3 വിദ്യകളും ഒരൊറ്റ അടിസ്ഥാന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ തത്വം ഇതാണ്: ഹീബ്രു ഭാഷയുടെ ഒരു പ്രത്യേകത അതിലെ ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യാമൂല്യം കൂടിയുണ്ട് എന്നതാണ്. അപ്പോ ഒരു വാക്ക് എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, അതൊരു സംഖ്യ കൂടിയാണ്. ഇതിലാണ് എല്ലാ രഹസ്യവും ഇരിക്കുന്നത്. ഈ ഗമാട്രിയയുടെ ഒരു ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഹീബ്രുവിലെ മിഷിഹ എന്ന വാക്കിന്റെ അക്ഷരങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 358. ഇനി പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്, ഷീലോ വരും എന്ന്. ആ വാക്കുകളിലെ അക്ഷരങ്ങൾ കൂട്ടുമ്പോഴും കിട്ടുന്നത് അതേ സംഖ്യയാണ്, 358. അപ്പോ ഇതൊരു യാദൃശ്ചികതയാണോ? അല്ലേയല്ല. കബാലവാദികളെ സംബന്ധിച്ച് ഇത് ദൈവം ഒളിപ്പിച്ചുവെച്ചൊരു കണക്ഷനാണ്. ശരി, ഇനി നമുക്ക് പ്രായോഗിക കബാലയിൽ നിന്ന് വീണ്ടും തത്വചിന്തയിലേക്ക് വരാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്: പ്രപഞ്ചത്തെയും ദൈവത്തെയും കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ 10. കാരണം കബാലയുടെ കാഴ്ചപ്പാടിൽ ദൈവം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അനന്തമായ ഒന്നാണ്. ആ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് 10 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ 10 പ്രസരണങ്ങളിലൂടെ. ഈ 10 ദൈവിക പ്രസരണങ്ങളെയാണ് സെഫിറോത്ത് എന്ന് പറയുന്നത്. ഈ 10 സെഫിറോത്തും ചേർന്നുള്ള രൂപത്തെ അവർ ജീവന്റെ വൃക്ഷം എന്ന് വിളിക്കുന്നു. ഇതൊരു മാപ്പ് പോലെയാണ്, പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ്.
അനന്തമായ, നമുക്കറിയാൻ കഴിയാത്ത ദൈവത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിലെ വരെ എത്തുന്ന ഒരു മാപ്പ്. ഇതിലെ ഓരോന്നിനും ഓരോ പേരും അർത്ഥവുമുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും മുകളിലുള്ളത് ഖേദർ അഥവാ കിരീടം. അതാണ് എല്ലാത്തിന്റെയും ഉറവിടം, ആദിമമായ ദൈവിക ഇച്ഛ. അതിൽ നിന്ന് ഹോക്മ അഥവാ ജ്ഞാനം വരുന്നു. അങ്ങനെ പടിപടിയായി താഴേക്ക് വന്ന് ഏറ്റവും അവസാനത്തേതാണ് മൽക്കൂത്ത്, അതായത് രാജ്യം, നമ്മുടെ ഈ കാണുന്ന ഭൗതിക ലോകം. അപ്പോൾ ഓരോ സെഫിറോത്തും ദൈവത്തിന്റെ ഓരോ ഗുണവിശേഷമാണ്. ഇനി ഈ ചിന്തകളെല്ലാം യഹൂദന്മാർക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. സത്യത്തിൽ ഇതിന്റെ സ്വാധീനം പല നൂറ്റാണ്ടുകളായി പല സംസ്കാരങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചു. ഇതിന്റെ വേരുകൾ പുരാതന റബ്ബിമാരുടെ വാമൊഴി പാരമ്പര്യത്തിലാണ്. പിന്നീട് AD 200-നോടടുത്ത് സെഫർ യെത്സിറ എന്ന പുസ്തകം വന്നു. 13-ാം നൂറ്റാണ്ടിൽ സൊഹാർ എന്ന ബൃഹത്തായ ഗ്രന്ഥം പുറത്തുവന്നതോടെ കബാല യൂറോപ്പിലാകെ പ്രശസ്തമായി. 15-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ക്രിസ്ത്യൻ പണ്ഡിതന്മാർ വരെ കബാല പഠിക്കാൻ തുടങ്ങി. അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. വിശുദ്ധ ജെറോം, പോപ്പ് സിക്സ്റ്റസ് നാലാമൻ ഇവരൊക്കെ കബാലയിൽ താൽപ്പര്യം കാണിച്ചവരാണ്. പിന്നീട് വന്ന റോസിക്രൂഷ്യൻസ് പോലെയുള്ള യൂറോപ്പിലെ നിഗൂഢ സംഘങ്ങളുടെയെല്ലാം അടിത്തറ പാകിയതില് കബാലക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോ ഈയൊരു ചിന്ത നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. കബാല പഴയ നിയമത്തിന് ഒരു രഹസ്യ താക്കോല് നൽകിയതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റു പുരാതന ഗ്രന്ഥങ്ങൾക്കും കഥകൾക്കും ഇതുപോലെ ഒരു രഹസ്യ പാളി ഉണ്ടാകുമോ? നമ്മൾ കാണുന്നതിനപ്പുറം കണ്ടെത്താനായി ഇനി എന്തെല്ലാം രഹസ്യങ്ങളാണ് കാത്തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.